ഹായ്, റാഫുഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, നമുക്കൊരു കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അതും മാർബിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്, ഓവനൊന്നും ഇല്ലാണ്ട്. ഇതാ വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം റിങ്ങാണ് ഇറക്കി വെക്കാനുള്ള, റിങ് കിട്ടിയില്ല, അവിടെ എല്ലാം തപ്പി നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ നമ്മൾ പാത്രത്തിൻ്റെ മൂടി വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്കതിനൊരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി എടുത്ത് വെക്കണം. പിന്നെ എന്നിട്ട് അതൊന്ന് ഇടഞ്ഞെടുക്കണം. നമുക്കൊരു 2-3 പ്രാവശ്യം ഒന്ന് ഇടഞ്ഞെടുക്കണം അരിപ്പയിൽ വെച്ചിട്ട്. അപ്പോൾ ഇതാ ഇടഞ്ഞ് നമുക്കെടുക്കാം. പിന്നെ ഒരു കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ അത്യാവശ്യം കേക്കിന് വേണ്ടത് ഒരു 4 മുട്ടയാണ് വേണ്ടത്. അതൊന്ന് നമുക്ക് ബീറ്ററിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു 1/4 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മുട്ടയുടെ കൂട്ടത്തിൽ ഏത് ഫ്ലേവറാണോ ചേർത്ത് കൊടുക്കുന്നത്, അതിപ്പം വാനിലയോ എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ മുട്ടയുടെ സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ. ഇതാ മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊന്തിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതുകൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതാ ഓയിലൂടെ ചേർത്തപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നിച്ചിട്ട് കൊടുക്കല്ലേ, ഒരു 2-3 പ്രാവശ്യമായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ ഇതങ്ങ് താന്നു പോകും. പിന്നെ അത്രയും കേക്ക് അത്രയും പൊന്തി വരത്തില്ല. അതുകൊണ്ടാണ് ഇതാ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണം നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന മൈദ, ഇടഞ്ഞു വെച്ചേക്കുന്ന മൈദ ഇട്ട് കൊടുക്കാനായിട്ടുള്ള. അതും നമ്മൾ ഒന്നിച്ചിട്ട് കൊടുക്കല്ല, കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒറ്റ ഒരു സൈഡ് വഴി വേണം നമുക്ക് ഇളക്കിയെടുക്കാനായിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കല്ല, ഒരു സൈഡ് മാത്രം വെച്ചിട്ട് വേണം ഇളക്കാനായിട്ടുള്ളത്. ഇതിങ്ങനെ നടുക്കൂടെ വരഞ്ഞിട്ട് ഒറ്റ സൈഡ് വഴി മാത്രം. അതാ നല്ലൊരു ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പകുതി ഒന്നൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർക്കാനാണ്. അപ്പം മാർബിൾ കേക്ക് ആയതുകൊണ്ടേ നമുക്ക് 2 ലെയറായിട്ട് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇതാ ഇങ്ങനെ വേണം ഇളക്കാനായിട്ട്. നമുക്ക് കണ്ടില്ലേ, ഇതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ കേക്ക് ടീനൊക്കെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് നല്ലതായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആദ്യം എന്താ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കണ്ടില്ലേ, ഫസ്റ്റ് മണ്ടയ്ക്ക് നമുക്ക് ക്രീം കളറായിരിക്കും നല്ലത്, ഏറ്റവും മണ്ടയിൽ വരും. പിന്നെ നമുക്കൊന്ന് തട്ടി കൊടുക്കണം, നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണേ. ബബിൾസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. നല്ലൊരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, നല്ലൊരു ഫ്ലവറാണ്. നോക്കി, ഇത് വെന്ത് വരുമ്പോഴായിരിക്കും നല്ല ഭംഗി കാണാനായിട്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിതാ കുക്കറൊക്കെ നല്ല ചൂടായി നിൽക്കുവാണ്, അതിലേക്ക് നമുക്കൊന്ന് ഇറക്കി വെക്കണം. ചെറിയ കുക്കറാണ്. ഇറക്കി വെക്കുമ്പോൾ നമ്മുടെ കൈയൊന്നും പൊള്ളാണ്ട് നമ്മൾ സൂക്ഷിച്ചോണം. ഇതാ അപ്പം നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു 5 മിനിറ്റോളം നല്ല തീയിൽ വെക്കണം. പിന്നെ നമ്മൾ ഒരു 20 മിനിറ്റോളം സിമ്മിലാണ് ആക്കിയിടുന്നത് കേട്ടോ. 20-30 മിനിറ്റോളം നോക്കണം. അപ്പം ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പം മഴ ഒരു 10-20 മിനിറ്റോളം ഉണ്ടായിരുന്നു. മഴയൊക്കെ കഴിയാറായപ്പോഴത്തേക്കും നമുക്ക് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ആഹാ, അടിപൊളിയായിട്ട് കേക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നോക്കി, നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ടൂത്ത്പിക്കോ വെച്ചിട്ട് കുത്തി നോക്കാം. കുത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് കാണുമ്പോഴേ അറിയാം വെന്തിട്ടുണ്ടെന്ന് അറിയാം. കാരണം അതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ ആ ബീറ്ററൊക്കെ വെച്ചിട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാക്കണ്ടില്ലേ,
നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ആവി പറക്കുന്ന കേക്കാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ അച്ചായന് ടേസ്റ്റ് നോക്കുവാണ്, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. താങ്ക് യു.